പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 2-ാം തീയതി ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. പാരാലിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്നവർ അവർ പൂർണ്ണമായിട്ടും ഫിറ്റ് ആയിട്ടുള്ള വ്യക്തികളല്ല, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള വ്യക്തികളല്ല. എന്നാൽ അവരുടെ എഫേർട്ട് കൊണ്ട് അവർ ലോകത്തെ കാണിച്ചു കൊടുക്കുന്നു, അതായത് വിജയിക്കുന്ന ആ ഒരു ശ്രമത്തെക്കുറിച്ച്. അത് നമുക്കൊരു ഇൻസ്പിറേഷനാണ്, ഒരു പ്രചോദനമാണ്. നമ്മളും വിചാരിച്ചാൽ നമുക്കും എവിടെയും എത്താൻ സാധിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാരാലിമ്പിക്സിലെ അത്ലറ്റുകൾ. അപ്പോൾ വിജയിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും ശ്രമിക്കുന്നവർക്ക് വിജയിക്കാനും സാധിക്കും. ഇന്ന് സെപ്റ്റംബർ 2, ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഏത് ഇനത്തിലാണ് റുബീന ഫ്രാൻസിസ് പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ 5ാമത്തെ മെഡൽ നേടിയത്? ഷൂട്ടിംഗ്. റുബീന ഫ്രാൻസിസ് ഇന്ത്യക്ക് വേണ്ടി വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ SH1 എന്ന കാറ്റഗറിയിൽ ബ്രോൺസ് കരസ്ഥമാക്കി. ഇത് ഇന്ത്യക്ക് 5ാമത്തെ മെഡൽ ആണ്. റുബീന ഫ്രാൻസിസ് ഇന്ത്യക്ക് വേണ്ടി 10 മീറ്റർ എയർ പിസ്റ്റൽ SH1 എന്ന കാറ്റഗറിയിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കി. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ റുബീന ഫ്രാൻസിസ് 7ാമത്തെ സ്ഥാനത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ 3ാമത്തെ സ്ഥാനം, അതായത് ബ്രോൺസ് നേടാൻ സാധിച്ചു. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വനിതയാണ് പിസ്റ്റൾ ഇനത്തിൽ ബ്രോൺസ് കരസ്ഥമാക്കുന്നത്. പാരാലിമ്പിക്സിൽ പിസ്റ്റൾ ഇനത്തിൽ ബ്രോൺസ് കരസ്ഥമാക്കുന്ന ആദ്യത്തെ ഷൂട്ടർ എന്ന് പറയാൻ സാധിക്കും റുബീന ഫ്രാൻസിസ്. 1 സെപ്റ്റംബർ 2024 ന്യൂഡൽഹിയിൽ വ്യോമസേനയുടെ ഡെപ്യൂട്ടി ചീഫ് ആയി ചുമതലയേറ്റത് ആരാണ്? എയർ മാർഷൽ തജീന്ദർ സിംഗ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ചീഫ് ആണ് എയർ മാർഷൽ തജീന്ദർ സിംഗ്. ഇദ്ദേഹം സെപ്റ്റംബർ 1-ാം തീയതി, അതായത് ഇന്നലെ, ഡെപ്യൂട്ടി ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എന്നൊരു സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തു. ഇതിനു മുമ്പ് എയർ മാർഷൽ തജീന്ദർ സിംഗ് ഇദ്ദേഹം ഈസ്റ്റേൺ എയർ കമാൻഡ്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു കമാൻഡ് ആണ് ഈസ്റ്റേൺ എയർ കമാൻഡ്. ഈ കമാൻഡിന്റെ ഹെഡ്ക്വാർട്ടർ ആണ് ഷില്ലോങ്. ഷില്ലോങ്ങിൽ സാസോ ആയിട്ട്, അതായത് സീനിയർ എയർ സ്റ്റാഫ് ഓഫീസർ ആയിട്ട് അപ്പോയിന്റഡ് ആയിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് എയർ സ്റ്റാഫ്. നിലവിൽ ഡെപ്യൂട്ടി ചീഫ് ആയിരുന്ന എയർ മാർഷൽ അസുതോഷ് ദീക്ഷിത് അദ്ദേഹത്തെ സെൻട്രൽ എയർ കമാൻഡ്, അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു കമാൻഡ് ആണ് സെൻട്രൽ എയർ കമാൻഡ്. ഇതിന്റെ ആസ്ഥാനമാണ് പ്രയാഗ്രാജ്. ഇവിടെ അദ്ദേഹം എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിട്ട്, അതായത് ആ കമാൻഡിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് നൽകി. ഇപ്പൊ എയർ മാർഷൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിലെ ഏറ്റവും ടോപ്പ് ലെവലിലെ 2ാമത്തെ റാങ്ക് ആണ്. ഏറ്റവും ടോപ്പ് ലെവലിലെ എയർ ചീഫ് മാർഷൽ, 2ാമത്തെ റാങ്ക് ആണ് എയർ മാർഷൽ. അതിനു താഴെ എയർ വൈസ് മാർഷൽ, എയർ കമഡോർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്നിങ്ങനെ പോകുന്നു. 2024 രാമൻ മാഗ്സസെ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഹയാവോ മിയാസാക്കി. 2024 രാമൻ മാഗ്സസെ അവാർഡ് പ്രഖ്യാപിച്ചു. ഇതിൽ ഇപ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് ജപ്പാനീസ് ആനിമേറ്ററും ഫിലിം മേക്കറും മങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഹയാവോ മിയാസാക്കിക്കാണ്. അദ്ദേഹം സ്റ്റുഡിയോ ഗിബ്ലി എന്ന ഒരു സ്റ്റുഡിയോയുടെ കോ ഫൗണ്ടർ കൂടിയാണ് ഹയാവോ മിയാസാക്കി. ഈ കഴിഞ്ഞ 31 ഓഗസ്റ്റിനാണ് രാമൻ മാഗ്സസെ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാമൻ മാഗ്സസെ ഫിലിപ്പൈൻസിലെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് എല്ലാ വർഷവും രാമൻ മാഗ്സസെ അവാർഡ് നൽകുന്നത്. 1957 രാമൻ മാഗ്സസെ അവാർഡ് നൽകി തുടങ്ങിയിട്ടുള്ളത്. 2024 രാമൻ മാഗ്സസെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഹയാവോ മിയാസാക്കി. ഈ അവാർഡ് നൽകുന്നത് ഫിലിപ്പൈൻസ് ആണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന പതിപ്പ് ഔദ്യോഗികമായി ആരംഭിച്ചത് ആരാണ്? മോഹൻലാൽ. മലയാളം സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാൽ ആണ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു KCL, അതായത് കേരള ക്രിക്കറ്റ് ലീഗ്. ഈ കഴിഞ്ഞ 31 ഓഗസ്റ്റിനാണ് തിരുവനന്തപുരത്ത് ഒരു ഗ്രാൻഡ് സെറമണിയിൽ കേരള ക്രിക്കറ്റ് ലീഗ് അതിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് നടന്നിട്ടുള്ളത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് മോഹൻലാൽ. പ്രധാനമായിട്ടും പറയുമ്പോൾ കേരളത്തിൽ ക്രിക്കറ്റ് രംഗത്തുള്ള പുതിയ പുതിയ താരങ്ങളെ കണ്ടുപിടിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് നൽകേണ്ട നല്ലൊരു പ്ലാറ്റ്ഫോം, അതിനുവേണ്ടിയാണ് ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗ് ആരംഭിച്ചിട്ടുള്ളത്. 31 ഓഗസ്റ്റിനാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അംബാസിഡർ ആണ് മോഹൻലാൽ. KCL എന്ന പേരിലാണ് കേരള ക്രിക്കറ്റ് ലീഗ് ആരംഭിച്ചിട്ടുള്ളത്. പ്രതിരോധ പെൻഷൻകാർക്ക് സമർപ്പിത പിന്തുണയും സേവനവും നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? നാമൻ. നാമൻ എന്ന പേരിൽ ഡിഫൻസ് പെൻഷനേഴ്സിന് വേണ്ടി, അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ടും സർവീസിന് വേണ്ടിയാണ് ഒരു പ്രൊജക്ട് ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രൊജക്ടിന്റെ പേരാണ് നാമൻ. ഇത് ഡിഫൻസ് പെൻഷനേഴ്സിനും വെറ്ററൻസിനും അതുപോലെ തന്നെ അവരുടെ ഫാമിലീസിനും വേണ്ടി പ്രൊജക്ട് ആണ് ഇന്ത്യൻ ആർമി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പേരാണ് നാമൻ. ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പങ്കെടുത്തിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ചീഫ് ആണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ ആർമിയുടെ ഇപ്പോഴത്തെ
ചീഫ് ആണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അദ്ദേഹത്തിന്റെ പത്നി ഇന്ത്യൻ ആർമിയിലെ ആർമി വൈസ് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ്. സുനിത ദേവിയാണ് ഇന്ത്യൻ ആർമി ചീഫ് ആയിട്ടുള്ള ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പത്നി. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെന്റിന്റെ 133 പതിപ്പായ ഡ്യൂറൻ കപ്പ് നേടിയ ടീം ഏത്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. ഇപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ് 133 ഡ്യൂറൻ കപ്പ് ടൈറ്റിൽ കരസ്ഥമാക്കി. ആദ്യമായിട്ടാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഈ ഒരു കപ്പ് കരസ്ഥമാക്കുന്നത്. ഇന്ന് ഏഷ്യയിൽ തന്നെ പറയുമ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഡ്യൂറൻ കപ്പ്. 133 എഡിഷൻ പതിപ്പായിരുന്നു ഈ പ്രാവശ്യം നടന്നിട്ടുള്ളത്. ഈ മത്സരത്തിന്റെ അവസാനത്തെ മത്സരം നടന്നിട്ടുള്ളത് 31 ഓഗസ്റ്റിന് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ 4-3 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC 133 ഡ്യൂറൻ കപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 1888 ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് ഡ്യൂറൻ കപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 2024 133 ഡ്യൂറൻ കപ്പ് ആണ് നടന്നിട്ടുള്ളത്. ഇതിലാണ് യുണൈറ്റഡ് FC വിജയിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഈ ഒരു കപ്പ് നേടിയിട്ടുള്ള ടൈറ്റിൽ നേടിയിട്ടുള്ള ടീം ആണ് മോഹൻ ബഗാൻ. 17 പ്രാവശ്യമാണ് മോഹൻ ബഗാൻ ഡ്യൂറൻ കപ്പ് നേടിയിട്ടുള്ളത്. 2024 പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസ് സ്റ്റാൻഡിംഗ് SH1 ഇനത്തിൽ വെങ്കല മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ചതാരെ? മോന അഗർവാൾ. 2024 പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസ് സ്റ്റാൻഡിംഗ് SH വിഭാഗത്തിലാണ് മോന അഗർവാളിനെ വെങ്കല മെഡൽ നേടിയിട്ടുള്ളത്. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു അത്ലറ്റായിരുന്നു മോന അഗർവാൾ. അവരുടെ ഒരു സ്വപ്നമായിരുന്നു പാരാലിമ്പിക്സിൽ ഒരു മെഡൽ കരസ്ഥമാക്കുമെന്നത്. പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വരുന്നതിന് തൊട്ടുമുമ്പായിട്ട് മോന അഗർവാളിന്റെ ഹസ്ബൻഡിന് ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു മെന്റൽ പ്രഷറിലും അവർ ഇന്ത്യക്ക് വേണ്ടി 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 എന്ന കാറ്റഗറിയിൽ വെങ്കല മെഡൽ, അതായത് ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ T47 ഹൈജമ്പിൽ ഇന്ത്യയിൽ നിന്ന് 2ാം തവണ വെള്ളി മെഡൽ നേടിയത് ആരാണ്? നിഷാദ് കുമാർ. T47 എന്ന കാറ്റഗറി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കൈയോ അല്ലെങ്കിൽ കാലോ അത് മുറിച്ചു കളഞ്ഞ ഒരവസ്ഥയിൽ ഉള്ള വ്യക്തികളാണ് T47 എന്ന കാറ്റഗറി വരുന്നത്. ഇതിൽ ആണ് നിഷാദ് കുമാർ ഇന്ത്യക്ക് വേണ്ടി 2ാമത്തെ പ്രാവശ്യം സിൽവർ മെഡൽ കരസ്ഥമാക്കുന്നത്. പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റായി ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? പ്രീതി പാൽ. ഇന്നലെ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നു. അതായത് ആദ്യത്തെ മെഡൽ ഇന്ത്യക്ക് വേണ്ടി ട്രാക്ക് ആൻഡ് ഫീൽഡിൽ കരസ്ഥമാക്കിയിട്ടുള്ള അത്ലറ്റ് എന്ന പേരിൽ അത് പ്രീതി പാൽ ആയിരുന്നു. 100 മീറ്ററിലായിരുന്നു പ്രീതി പാൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ ഒരു മെഡൽ ട്രാക്ക് ആൻഡ് ഫീൽഡിൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വീണ്ടും 200 മീറ്ററിൽ പ്രീതി പാൽ 2ാമത്തെ ഒരു മെഡൽ കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ് പാരാലിമ്പിക്സിൽ. ഇതിലൂടെ ആദ്യത്തെ ഒരു വനിതയാണ് ട്രാക്ക് ആൻഡ് ഫീൽഡിൽ 2 മെഡൽസ് നേടുന്ന വനിത. പ്രീതി പാൽ ഇന്ത്യക്ക് വേണ്ടി 2 ബ്രോൺസ് ആണ് ഈ പ്രാവശ്യത്തെ 2024 പാരീസിലെ പാരാലിമ്പിക്സിൽ നേടിക്കൊടുത്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, 2024 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജൻധൻ യോജന എത്ര വർഷം പൂർത്തിയാക്കി? ഇതിന്റെ ഉത്തരം 10 വർഷം. ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജൻധൻ യോജന 10 വർഷം ആണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതായത് ഒരു കുടുംബത്തിൽ ചുരുങ്ങിയത് ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് ലക്ഷ്യത്തോടെയാണ് 2014 ഇന്ത്യയിൽ ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അതായത് പ്രധാനമന്ത്രി ജൻധൻ യോജന. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ദിവസം തന്നെ, അതായത് ഫസ്റ്റ് ഡേ തന്നെ 1.5 കോടി ബാങ്ക് അക്കൗണ്ട് ആണ് തുറക്കാൻ സാധിച്ചിട്ടുള്ളത്. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു ചോദ്യത്തിന്റെ മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഏത് ഇനത്തിലാണ് റുബീന ഫ്രാൻസിസ് പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ 5ാമത്തെ മെഡൽ നേടിയത്? ഷൂട്ടിംഗ്. 1 സെപ്റ്റംബർ 2024 ന്യൂഡൽഹിയിൽ വ്യോമസേനയുടെ ഡെപ്യൂട്ടി ചീഫ് ആയി ചുമതലയേറ്റത് ആരാണ്? എയർ മാർഷൽ തെജീന്ദർ സിംഗ്. 2024 രാമൻ മാഗ്സസെ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഹയാവോ മിയാസാക്കി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന പതിപ്പ് ഔദ്യോഗികമായി ആരംഭിച്ചത് ആരാണ്? മോഹൻലാൽ. പ്രതിരോധ പെൻഷൻകാർക്ക് സമർപ്പിത പിന്തുണയും സേവനം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച പദ്ധതിയുടെ പേര്? നാമൻ. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെന്റിന്റെ 133 പതിപ്പായ ഡ്യൂറൻ കപ്പ് നേടിയ ടീം ഏത്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC.
2024 പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസ് സ്റ്റാൻഡിംഗ് SH1 ഇനത്തിൽ വെങ്കല മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ചതാര്? മോന അഗർവാൾ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ T47 ഹൈജമ്പിൽ ഇന്ത്യയിൽ നിന്ന് 2ാം തവണ വെള്ളി മെഡൽ നേടിയത് ആരാണ്? നിഷാദ് കുമാർ. പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റായി ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? പ്രീതി പാൽ. ഇന്ന് സെപ്റ്റംബർ 2 തീയതി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഇൻ വിച്ച് ഇയർ വെർ ദി ഫസ്റ്റ് പാരാലിമ്പിക് ഗെയിംസ് ഹെൽഡ്? ആദ്യത്തെ പാരാലിമ്പിക്സ് നടന്ന വർഷം. 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ, അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വിജയം. അപ്പം അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.